ഗുഡ് മോർണിംഗ്. വെളുപ്പിന് എഴുന്നേറ്റ് പതിവ് പോലെ വിളക്കൊക്കെ വെച്ച് നാമൊക്കെ ജപിച്ചു. പിള്ളേരെയൊക്കെ പുറത്തൊക്കെ വിട്ടു. അവർ മഴയായതുകൊണ്ട് ജസ്റ്റ് പെട്ടെന്ന് കയറി വന്നിട്ടുണ്ട്. പിന്നെ ഞാനൊരു ചായ ഇട്ടു. അവർ രണ്ടാളും അടുക്കളയിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കിടന്ന് ഉറങ്ങുന്നുണ്ട്. തണുപ്പ് കാരണം. ഇന്ന് കർക്കിടകവാവും കൂടെ അല്ലേ, എന്തോരം മഴയാണ്, നിൽക്കാതെ പെയ്യാറുണ്ട് 3 ദിവസമായിട്ട്. രാവിലെ പതിവ് പോലെ നമ്മൾ തേങ്ങ തിരുമൽ പരിപാടി, പുട്ടുണ്ടാക്കണം, പിന്നെ മരുന്ന് കഴിക്കാനുള്ള തേങ്ങാപ്പാലെടുക്കണം. അപ്പോൾ അതിൻ്റെ പരിപാടിയാണ്. ഓട്സ് പുട്ടുപൊടി കൊണ്ടാണ് പുട്ടുണ്ടാക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ കുറ്റിയിൽ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. തേങ്ങയും പുട്ടുപൊടിയും കൂടെ ഒന്നിച്ചിട്ട് ഇളക്കിയിട്ട് ഒരു തട്ടിനകത്ത് വാരി വെച്ച് പുഴുങ്ങുക ചെയ്യുന്നത്. എളുപ്പ പരിപാടി. ഇന്ന് ഇച്ചിരി പൊതുവെ ലേറ്റായും പോയി മഴയായതുകൊണ്ട്. അത് കാരണം എളുപ്പമുള്ള പരിപാടി നോക്കുക. ഇങ്ങനെ വാരി വെച്ചൊരു 5 മിനിറ്റ് ആകുമ്പോഴത്തേക്കും പുട്ട് റെഡി ആയി കഴിഞ്ഞു. ഇതേ ഒരാൾ ഉറങ്ങുന്നുണ്ടില്ലേ. മഴ പെയ്യുക, ഭയങ്കര മഴ ആർത്തലച്ച് പെയ്യുന്നു. പിന്നെ നമുക്ക് ലഞ്ചിന് കൊണ്ടുപോകാനൊരു തട്ടിക്കൂട്ട് ബിരിയാണി, ഫ്രോസൺ ഗ്രീൻ പീസ് വെച്ചിട്ടാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. സവാളയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളി എല്ലാം കൂടി വഴറ്റും. അതിലേക്ക് നമ്മൾ ഫ്രോസൺ ഗ്രീൻ പീസും ക്യാപ്സിക്കവും കൂടി ഇട്ട് വഴറ്റിയെടുത്തിട്ട് നമ്മൾ വേവിച്ച് വെച്ചേക്കുന്ന ചോറ്, അധികം കുഴഞ്ഞു പോകാതെ നമ്മൾ വേവിച്ച് വെച്ചിട്ടുണ്ട്. നമ്മുടെ റേഷനരി തന്നെയാണ് താരം. അത് ഇട്ടിളക്കി ഇത്തിരി ഗരം മസാലപ്പൊടി ഇടും. മസാലക്കൂട്ടിട്ടാലും മതി. നേരത്തെ വഴറ്റുമ്പം ഞാൻ അത് കടിക്കുന്ന ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഗരം മസാലപ്പൊടി ഇടുന്നു. ഒരല്പം ഉപ്പ് ഇടും. എന്നിട്ട് മല്ലിയിലയും മേളിൽ തൂക്കി സെർവ് ചെയ്യാം. ഈസിയാണ്. ലഞ്ചിനൊക്കെ അത് മതി. എല്ലാ വെജിറ്റബിൾസും ആയി കഴിഞ്ഞു. വേണമെങ്കിൽ നമുക്ക് മറ്റ് വെജിറ്റബിൾസൊക്കെ ചേർക്കാം. ഞാനിപ്പോൾ തൽക്കാലം പനീർ ഒരു 5-6 പീസ് നേരത്തെ ഒന്ന് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, മുളകൊക്കെ പുരട്ടി. അതിട്ടിട്ടുണ്ട് അതിൻ്റെ കൂടെ. പിന്നെ ചോറ് വിട്ടിളക്കിയെടുത്തു. ഇത്രയേ ഉള്ളൂ. ലഞ്ച് റെഡിയായി കഴിഞ്ഞു. പിന്നെ ഒരു ഏത്തപ്പഴം അച്ചാറിട്ടു. അതിൻ്റെ റെസിപ്പി പിന്നെ ഞാനിടാം. നമ്മൾ ബിരിയാണിക്കൊക്കെ ഡേറ്റ്സ് അച്ചാറൊക്കെ കഴിക്കത്തില്ലേ, അതുപോലെ നല്ല ടേസ്റ്റാണ് ഏത്തപ്പഴം അച്ചാർ. അതും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ലഞ്ച് റെഡിയായി. അപ്പം ഞാൻ ഓഫീസിൽ പോകാൻ റെഡിയാകുകയാണ്. പിള്ളേരൊക്കെ വന്ന് മുട്ടി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.